റബ്ബേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് രോഗികളായ പലരുമുണ്ട് റബ്ബേ എല്ലാവർക്കും നീ രോഗശമനം നൽകണം അല്ലാ. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, ബ്ലോക്ക് പോലെ, സ്ട്രോക്ക് പോലെ, കിഡ്നി ഫെയിലിയർ പോലെ മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സലാമത്താക്കണം അല്ലാ. പടച്ചോനെ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ മാറ്റിക്കളയുന്ന രോഗങ്ങളുണ്ട്. പടച്ചോനെ, എല്ലാം നീ നിയന്ത്രണ വിധേയമാക്കണം അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ആരോഗ്യം നീ മരണം വരെ നിലനിർത്തി തരണമല്ലാ. അല്ലാ, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മറ്റൊരാളെ ഞങ്ങളെ കുളിപ്പിക്കേണ്ട, വൃത്തിയാക്കേണ്ട, കഴുകിത്തരേണ്ട ഒരു ഗതികേട് ജീവിതത്തിൽ വരുന്നതിനെ തൊട്ട് കാക്കണം അല്ലാ, കാക്കണം അല്ലാ. കാൽമുട്ട് വേദനയുണ്ട്, തണ്ടൽ വേദനയുണ്ട്, ശരീരത്തിന്റെ പല ഭാഗത്ത് വേദനയുണ്ട്, നിസ്കരിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്, നോമ്പെടുക്കരുതെന്ന് ഡോക്ടർമാര് പറഞ്ഞവരുണ്ട്. എല്ലാം നീ ശിഫയാക്കണം അല്ലാ. മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. മരിക്കുന്നത് വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആരോഗ്യം നൽകണം അല്ലാ. പടച്ചോനെ റബ്ബേ, കിടപ്പിലാകുന്നതിനെ തൊട്ട് കാക്കണം അല്ലാ. പടച്ചോനെ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. അനുസരണയുള്ള മക്കളാക്കണം അല്ലാ. ദീനീ ബോധമുള്ള മക്കളാക്കണം അല്ലാ. ഉമ്മാനെ വാപ്പാനെ അനുസരിക്കുന്ന മക്കളാക്കണം അല്ലാ. ഉമ്മയും വാപ്പയും മരിച്ചാലും മറക്കാത്ത മക്കളാക്കണം അല്ലാ. ഖബറിൽ വന്ന് കൈയുയർത്തി ദുആ ചെയ്യുന്ന മക്കളാക്കണം അല്ലാ. പടച്ചോനെ, പരലോകത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളാക്കണം അല്ലാ. നരകത്തിലേക്ക് വലിക്കുന്ന മക്കളെ തരരുത് റബ്ബേ. നിസ്കരിക്കാൻ മടിയുള്ളവരാക്കരുത് റബ്ബേ. നിസ്കരിക്കുന്ന മക്കളാക്കണം അല്ലാ. നിസ്കരിക്കുന്ന തലമുറകളെ നിലനിർത്തണം അല്ലാ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയിൽ ഞങ്ങളെ മക്കളെ അടിയുറപ്പിച്ച് നിർത്തണം അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലാ. അവസാന കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റബ്ബേ. പടച്ചോനെ, ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഞങ്ങളെ മരണമാക്കണം അല്ലാ. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. അല്ലാ, ഞങ്ങളെ ഉമ്മമാര്, ഉപ്പമാര്, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ബാപ്പമാര്, ഭാര്യമാര്, സന്താനങ്ങൾ ആഫിയത്ത് കൊടുക്കണമല്ലാ. ആരോഗ്യം കൊടുക്കണമല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കണമല്ലാ. പടച്ചോനെ, ഞങ്ങളെ കൽബ് നന്നാക്കണമല്ലാ. ഈമാൻ നൽകണമല്ലാ. തഖ്വയുള്ള കൽബാക്കണമല്ലാ. ശാക്കിരീങ്ങളിൽ ഞങ്ങൾക്കൊരിടം നൽകണമല്ലാ. ദാക്കിരീങ്ങളിൽ ഉൾപ്പെടുത്തണമല്ലാ. പടച്ചോനെ, നിന്റെ പരിശുദ്ധമായ 2 ഹറമുകളും കണ്ട് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഹജ്ജ് ചെയ്യാതെ ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കരുത് റബ്ബേ. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ അവസാന റമളാനാക്കരുത് റബ്ബേ. ഇത് ഞങ്ങളുടെ അവസാന ദുആയുമാക്കരുത് റബ്ബേ. ഇനിയും ആരോഗ്യമുള്ള ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ, ഈ റമളാനിന്റെ പകൽ നട്ടുച്ച സമയത്ത് വല്ലാത്ത ചൂടുള്ള നേരത്ത് നിന്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു റബ്ബേ. നാളെ ചൂടുള്ള ഖിയാമത്തിന്റെ മണ്ണിൽ ഖുർആൻ ശഫാഅത്ത് പറയുമ്പോൾ സാധുക്കളായ ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാ. ദുആ വസിയത്ത് ചെയ്ത എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണമല്ലാ. പടച്ചോനെ, ഇങ്ങനെ ഒരു സംവിധാനം നടത്താനുള്ള ടെൻഷൻ എത്രയാണ്. അതെല്ലാം സഹിച്ച് ഇതിന്റെ പിറകെ അള്ളാഹുവിന്റെ റിളാഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്ദരായ സലാം കടക്കമല്ല ഇതിന്റെ പ്രവർത്തകന്മാർക്കും ഈ ബറക്കത്ത് കൊടുക്കണമല്ല. അള്ളാഹുവേ, ഈ വേദി ഞങ്ങൾക്ക് വിട്ടു നൽകി ഇതിന് ഞങ്ങൾക്ക് ഇതിന് ഈ ഒരു സംവിധാനം ഒരുക്കിയ അസ്റഫ് കയുടെ കുടുംബത്തിന്, സഹോദരങ്ങൾക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ല. അവരെ ഉമ്മാക്ക് ശിവ കൊടുക്കണമല്ല. മകന്റെ രോഗം മാറ്റി കൊടുക്കണമല്ല. പടച്ചോനെ കരീം, ആജിക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ല. അതുപോലെ ഇതിന്റെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരന്റെ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണമല്ല. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കളിൽ നിന്ന് മരിച്ചവർക്ക് സ്വർഗം കൊടുക്കണമല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യം കൊടുക്കണം റബ്ബേ. ഈ ദുആ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാ. നിന്നെ പേടി
മരിക്കുന്ന ഒരു കൽബ് തരണമല്ല. ഞങ്ങളെ കണ്ണ് നിറഞ്ഞൊഴുകുന്നില്ലെങ്കിലും റബ്ബേ ഞങ്ങളുടെ കൽബ് നിന്നിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് റബ്ബേ, നീ സ്വീകരിക്കണമല്ല. കടബാധ്യതകളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ല. സാമ്പത്തിക ശാരീരിക മാനസിക പ്രതിസന്ധികളെ തൊട്ട് രക്ഷപ്പെടുത്തണമല്ല. വിദേശത്തുള്ള ഞങ്ങളെ കൂട്ടുകാരെ നീ കാക്കണമല്ല. അവരെ നീ പ്രയാസത്തിലാക്കരുത് റബ്ബേ, അവരെ രക്ഷപ്പെടുത്തണമല്ല. പശ്ചിമേഷ്യ നീ സമാധാനത്തിലാക്കണമല്ല. അറബ് ലോകത്ത് നീ രക്ഷപ്പെടുത്തണമല്ല. യുദ്ധങ്ങളൊക്കെ നീ സമാധാനത്തിലെത്തിക്കണമല്ല. പടച്ചോനെ ഞങ്ങളെ മരണം നീ നന്നാക്കണമല്ല. അവസാനം മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണം റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ, വിനീതം വാഴ പറയാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആ വരാന്തയിലിരുന്ന പ്രായമായ ഒരുപാട് കാരണവന്മാർ, യുവാക്കള്, മധ്യവയസ്കന്മാർ കൈപിടിച്ചിട്ട് പറഞ്ഞു, സാറേ ദ്വാരക്കണം ദ്വാരക്കണം ദ്വാരക്കണം. എല്ലാവരും പറഞ്ഞത് ദ്വാരക്കാനാണ്. എന്ത് ഉദ്ദേശമാണോ അവർക്കൊക്കെ ഉള്ളത് നീ ഹാസിലാക്കണം അല്ലാ. പടച്ചോനെ, പ്രിയപ്പെട്ട ഫാരിസ് ഉസ്താദിന്റെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണമല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണമല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തി കൊടുക്കണമല്ലാ. ഇൽമിലും തഖ്വയിലും നീ അധികരിപ്പിച്ചു കൊടുക്കണമല്ലാ. ദീനീ ഖിദ്മത്തുകളെ നീ കബൂലാക്കണമല്ലാ. അല്ലാഹുവേ, മനോഹരമായിട്ട് വഅദ് പറയുന്ന പ്രഭാഷണം നടത്തുന്ന ആ ശബ്ദത്തിലും നീ ബറക്കത്ത് കൊടുക്കണം റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പ്രിയങ്കരനായ സുഹൃത്ത് മൂസ ഫൈസിക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ലാ. പടച്ചോനെ, അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളൊക്കെ ഹസ്സലാക്കണമല്ലാ. ദീനീ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കണം റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم.